ഐക്യു എന്ന ബ്രാൻഡിൻ്റെ ഐക്യു നിയോ 10 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു നിയോ 10 Pro Plus എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു നിയോ 10 Pro Plusൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വളരെ കൂടിയ ഒരു റെസൊല്യൂഷൻ ഇതിൽ വരും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഇതിൽ പ്ലാസ്റ്റിക് മിഡിൽ ഫ്രെയിമേ വരുള്ളൂ. ഇപ്പം ഗ്ലാസ് ബാക്ക് ബോഡി ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. അപ്പം മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ LPDDR5Xൻ്റെ റാമും UFS 4.0 അല്ലാന്നുണ്ടെങ്കിൽ UFS 4.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. ഇതിൽ 3.5 മോഡി ജാക്ക് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ്സിലോട്ടും ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. സെൻസർ സൈസ് വരിക 1/1.56 ഇഞ്ച് ആയിരിക്കും. പിന്നെ OSൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ 50 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആണ് എന്നുണ്ടെങ്കിൽ അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിക്കൊള്ളണം എന്നില്ല ഈ ഒരു ഫോണ്. പിന്നെ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം എന്നേ ഉള്ളൂ. ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 7000 mAh ബാറ്ററി വരുന്നതായിരിക്കും. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം മിക്കവാറും ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിലോട്ടൊക്കെ ഈ ഫോൺ എത്തുക. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണിൻ്റെ വില വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യു നിയോ 10 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.